അയർലൻഡ് നേഴ്സസ് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ പാർട്ട് 2. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കോമൺ ആയിട്ടുള്ള ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡു യു പ്രയോറിറ്റൈസ് യുവർ വർക്ക്? എങ്ങനെയാണ് നമ്മൾ വാർഡിൽ ഹാൻഡ് ഓവർ എടുത്തത് മുതൽ നമ്മുടെ പേഷ്യന്റ് കെയർ എങ്ങനെയാണ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത്? ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ 3 ഷിഫ്റ്റ് ഒക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ എസ്പെഷ്യലി മോർണിംഗ് ഷിഫ്റ്റ് എടുത്ത് പറയാൻ ശ്രമിക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ്, ഹൗ ഡു യു മാനേജ് യുവർ സ്റ്റുഡന്റ് നഴ്സസ് ഓർ ജൂനിയർ നഴ്സസ്? സ്റ്റുഡന്റ് നഴ്സസിനെയും ജൂനിയർ നഴ്സസിനെയും മാനേജ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? അതിൽ നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നു, സൂപ്പർവൈസ് ചെയ്യുന്നു, ഗൈഡ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ പറയാം. എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിൽ മെഡിക്കേഷൻ കൊടുക്കുന്നത് എങ്ങനെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെ, ഡോക്യുമെന്റേഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും എന്നുള്ള രീതിയിൽ ആൻസർ പറയാം. തേർഡ് ക്വസ്റ്റ്യൻ ഇസ്, ഹൗ ഡു യു മാനേജ് എ ഡിഫിക്കൽട്ട് പേഷ്യന്റ്? ഡിഫിക്കൽട്ട് പേഷ്യന്റ് എന്ന് പറയുമ്പോൾ ആംഗ്രി ആയിട്ടുള്ള പേഷ്യന്റിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും? ഇതിന് പ്രത്യേകിച്ച് ഒരു ആൻസർ പ്രിപ്പയർ ചെയ്യേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ലൈഫിൽ എപ്പോഴെങ്കിലും ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവും. സോ അതൊരു സിനാരിയോ പോലെ നമുക്ക് പറയാം. നമ്മൾ പേഷ്യന്റിനെ ലിസൺ ചെയ്തു, പേഷ്യന്റിനെ ആർഗ്യൂ ചെയ്ത് നമ്മൾ ആൻസർ ചെയ്യാൻ ശ്രമിച്ചു, നമ്മൾ മാക്സിമം പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിച്ചു. നമ്മുടെ കയ്യിൽ നിന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സീനിയേഴ്സിനോട് പറയുന്നു, നമ്മുടെ നഴ്സ് മാനേജറിനോട് പറയുന്നു. അങ്ങനെ ഒരു ഹൈറാർക്കി ലെവലിൽ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തു എന്നുള്ള രീതിയിൽ പറയാം. ഫോർത്ത് ക്വസ്റ്റ്യൻ ഈസ് 10 റൈറ്റ്സ് ഓഫ് മെഡിക്കേഷൻ ആണ്. മെഡിക്കേഷൻ കൊടുക്കുമ്പോഴുള്ള 10 റൈറ്റ്സ്. അത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. ആൻഡ് ദ ഫിഫ്ത് ക്വസ്റ്റ്യൻ ഈസ്, മെഡിക്കേഷൻ എറർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും? നമ്മുടെ ഹോസ്പിറ്റൽ പോളിസി വെച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ മെഡിക്കേഷൻ എറർ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇനിയിപ്പോൾ അങ്ങനെ ഒരു മെഡിക്കേഷൻ എറർ ഉണ്ടായി എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മളത് മാനേജ് ചെയ്യുന്നത്? ആരോടൊക്കെ റിപ്പോർട്ട് ചെയ്യും, എങ്ങനെ ഡോക്യുമെന്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് പറയാം. ആൻഡ് ദ സിക്സ് ക്വസ്റ്റ്യൻ ഈസ്, എപ്പോഴെങ്കിലും ഒരു ടീമിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടോ? ഓഫ് കോഴ്സ് നമ്മൾ എല്ലാവരും ഹോസ്പിറ്റൽ സെക്ടറിൽ ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ നമുക്ക് പറയാം, നമ്മൾ ടീമിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്, വർക്ക് ഡെലിഗേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് പറയാം. ബാക്കി ക്വസ്റ്റ്യൻസ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം.